അങ്ങനെ മിസിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ എത്തുമ്പോൾ ഇത്തവണ തൃശ്ശൂരിലേക്ക് കേരളം ഉറ്റുനോക്കുകയാണ്. കാരണം തൃശ്ശൂർ മണ്ഡലത്തിലെ മത്സരം അതിൽ BJPയുടെ സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലാണ്. ഒരു സ്റ്റാർ സ്ഥാനാർത്ഥി തന്നെയാണ് പത്മജ. ഇപ്പൊ നമ്മളുടെ ഈ വാഹനത്തിന് തൊട്ട് പിന്നിലായിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ പ്രചരണത്തിനൊപ്പമാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സവാരി ഗിരിഗിരിയുടെ യാത്രയും. അതെ അതെ, ആവേശോജ്വലമായ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമുക്ക് പത്മജ വേണുഗോപാലുമായി കാണാനും സംസാരിക്കാനും ശ്രമിക്കാം. നമ്മളപ്പോ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. ഇത്തവണ വളരെ ആവേശകരമായ മത്സരമാണ് തൃശ്ശൂർ നടക്കുന്നത്. എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? ഇല്ല, എല്ലാ പ്രാവശ്യത്തെക്കാളും പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വനിതകള് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. അവര് മാത്രം മീറ്റിംഗ് കൂടുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇതൊന്നും ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മത്സരിക്കുമ്പോ ചേച്ചിക്ക് ഈ K. കരുണാകരന്റെ ഒരു ലെഗസി ആണോ BJPയുടെ ഒരു സ്ട്രെങ്ത് ആണോ കൂടുതൽ കരുത്തായി മാറുന്നത്? രണ്ടുണ്ട്. ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട് BJPയുടെ. പിന്നെ അവര് ഒരിക്കലും മാറ്റി കുത്തില്ല. എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് ചെയ്യില്ല. അവർ ചിലപ്പോ മിണ്ടാണ്ട് വീട്ടിലിരുന്നാ പോലും പാർട്ടി അടയാളത്തിൽ അവര് മാറ്റി കുത്തില്ല. കോൺഗ്രസിൽ അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ആലോചിക്കാൻ വയ്യ. ഇപ്പൊ തന്നെ ഞാൻ മതിയായിട്ട് വീട്ടിൽ പോയിണ്ടാവും. വനിതാ മുഖ്യമന്ത്രി വരും എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധി പറയണമെന്ന് കേക്കണ്ട. പക്ഷെ ഇന്നലെ തോമസ് മാഷ് പറയണ്ടായിരുന്നു ആദ്യം വനിതാ കാൻഡിഡേറ്റ് പോലും. തൃശ്ശൂര് ഒറ്റ കോൺഗ്രസ് കാൻഡിഡേറ്റ് ഇല്ല പെണ്ണുങ്ങള്. ആകെ 9 പേർക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ അതെ, അത് തന്നെ അവരിലും കുറെ പേരെ തോപ്പിച്ചോളും. ഇത്തവണ കോൺഗ്രസ് ഭയങ്കര ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 100 സീറ്റില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നൊക്കെ ഇപ്പൊ അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ലേ ഞങ്ങള്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ആൾക്കൊരു പേടി പിടിച്ചിട്ടുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഉറച്ചു നിൽക്കാത്തപ്പോ. ചേച്ചി ഇവിടെ തൃശ്ശൂർ മത്സരിക്കുമ്പോഴേ കോൺഗ്രസ് വലിയൊരു വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കോൺഗ്രസ്സുകാർക്ക് എന്നോട് ഭയങ്കര സിമ്പതി ഉണ്ട്. കാരണം ചേച്ചീനെ ഞങ്ങള് തോപ്പിച്ചു വിട്ടു എന്നുള്ളൊരു സങ്കടമുണ്ട്. പ്രത്യേകിച്ച് അത് സ്ത്രീകളിലാണ് ഞാൻ കൂടുതൽ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്ക് എന്നുള്ളത് ഈ ഡീലാണ്. BJPയും കോൺഗ്രസും തമ്മിലെ ഡീല്, CPM-ഉം തമ്മിലെ ഡീൽ എന്നൊക്കെയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ. അത് ഈ LDF-ഉം BJPയും തമ്മിലെ ഡീല് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. പക്ഷെ ഈ എപ്പോഴും തോൽവിയാകുമ്പോഴാണ് അവര് പറയാ. തോൽവി മണക്കുമ്പോ അപ്പൊ അവര് ഡീല് പറയും. നമ്മൾ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ നിൽക്കുമ്പോ ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എനിക്കൊന്നു നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം മത്സരിച്ച സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുവാന്ന്. അങ്ങനെ തന്നെയാണോ ഇനി പത്മജ ചേച്ചി അങ്ങ് എടുക്കും? അല്ല, ആരോഗ്യം എനിക്കില്ല. സുരേഷ് ഗോപിക്ക് നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ എന്താണെങ്കിലും ചേച്ചിയുടെ പ്രചരണ പരിപാടികൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് നമ്മളിവിടെ വരികയും ചേച്ചിയെ കാണാനും കഴിഞ്ഞത്. അതെ അതെ, ആവേശോജ്വലമായ ഒരു പ്രചരണമാണ് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രവർത്തകരുടെ ഒക്കെ ഒരു സന്തോഷം പങ്കിടുന്നു, കൈവീശി കാണിക്കുന്നു ഒക്കെ തന്നെ കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ്. അപ്പോ ചേച്ചി എല്ലാ ആശംസകളും. നമ്മളുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.